you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. അഗസ്റ്റിനങ്ങളെ അമ്മ പോയ കാര്യം എന്തായി? അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഓക്കെ തന്നെയല്ലേ? ഈശമോള് വിളിച്ചപ്പോ ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നാണ് മോനെ പറഞ്ഞത്. ഇനി എന്താന്നുള്ളത് നാളെ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും രാത്രി ഇത്ര ആയ സ്ഥിതിക്ക് ഞാൻ ഇറങ്ങുക. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ നിങ്ങൾക്ക്? ഇല്ലെങ്കിലേ പ്രശ്നമൊന്നുമില്ല. എന്നാ അങ്കിൾ ഇറങ്ങിക്കോ, ഇപ്പൊ തന്നെ നല്ല ലേറ്റ് ആയി, പെട്ടെന്ന് പോവാൻ നോക്ക്. നീ വല്ല കഴിച്ചോടാ? നീ എന്താ വല്ലാണ്ടിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒന്നുമില്ല. ഞാൻ ആ പൂച്ചയുടെ റൂമിൽ ചെന്ന് കയറിയപ്പോൾ അവ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടോ പോകാൻ നിൽക്കുന്നുണ്ട്. അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ ഇടയായിട്ട് ഭയങ്കര ഇളക്കമാണ്. അതൊക്കെ ആലോചിച്ചിരിക്കായിരുന്നു. ഒരു പുതുമ എന്താണാവോ? അതൊന്നും ഉണ്ടാവൂല. നീ കാട് കയറി ചിന്തിക്കാതി. ആ പൊട്ടൻ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതാ. അല്ല, അവന്മാരെല്ലാം കഴിച്ചായിരുന്നോ? കഴിച്ചു, എല്ലാം കഴിച്ചു. പിന്നെ ലൂക്കയും സിൻ്റെയും അർജുനും കൂടി ഏതോ ഒരു പാർട്ടിക്ക് പോകുന്നതെന്ന് പറയണ്ടായിരുന്നു. ഇന്ന് നൈറ്റ് എന്തോ 12 മണിക്കോ ആ ടൈമിലാന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നോടൊന്ന് പറഞ്ഞു, ലൂക്ക നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു. എനിക്ക് നല്ല തലവേദന ഉണ്ട്, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പാർട്ടിക്കൊക്കെ പോയി അടിച്ച് പൊളിച്ചിട്ടൊക്കെ വന്നിട്ടായിരിക്കും അവിടെ നിന്ന് കഴിക്കുമായിരിക്കും. അതുകൊണ്ട് അവന്മാരും കഴിച്ചില്ല. അമ്മയില്ലാത്ത ടൈമല്ലേ അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചാണോ? ഒന്നും പറയണ്ട, പോകുന്നെങ്കിൽ പൊക്കോട്ടെ. ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ഇടയിൽ ഇത്തിരി സമാധാനം കിട്ടുന്ന ടൈം കൊണ്ട് പിടിച്ചായിരിക്കും. പൊക്കോട്ടെ. ഇല്ല, ഞാനൊന്നും പറയാൻ പോയില്ല. പോട്ടെ, പോയി അടിച്ചു പൊളിച്ചിട്ടൊക്കെ വരട്ടെ. പീറ്റർ ചായ ലൂക്ക ചാൻ പോയോ? ഞാൻ പോവാ അവരുടെ കൂടെ. എനിക്ക് പോണം ഇന്നത്തെ പാർട്ടിക്ക്. ഓഹോ, അപ്പൊ നിന്റെ അമരൻ ബോയ് ഫ്രണ്ടിനെ നീ അവിടെ വിളിച്ചു വരുത്തി കാണും അല്ലേ? എന്നാ നീ പോണില്ല? മിണ്ടായി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. അവന് പാർട്ടിക്ക് പോകണമെന്ന് മൊട്ടേന്ന് വരുന്നില്ല. അതിന് മുമ്പ് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, എന്നിട്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ല. ഇപ്പൊ അവന് പാർട്ടിക്കും കൂടെ പോകണമെന്ന്. പോടാ കറിയാത്ത്. ഇതൊരു കഷ്ടം. നിങ്ങളോടൊക്കെ ദൈവം ചോദിക്കുന്നത്. ദൈവം, ഞാൻ മൊട്ടേനൊക്കെ വിരിഞ്ഞു. കോലമാടന്മാര്. നീ എന്തിനാണ് അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? അവ പോട്ടെ. എടാ, അമ്മ ഇല്ലാത്തപ്പോഴല്ലേ അവൻ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. പോട്ടെ എന്നൊക്കെ വിചാരിക്കാത്തെന്താ? ഇത് പൊന്നിലിയോ, നീ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഈ വീട്ടിലെ മെയിൻ പ്രശ്നമേ അവനാണ്, ലെവിൻ. നീ എന്നെ ആലോചിച്ച് നോക്ക്. ലൂക്കയും അമ്മയായിട്ടുള്ള പ്രശ്നവും ലൂക്കയും കാശിയായിട്ടുള്ള പ്രശ്നമൊക്കെ കാശി ഇവിടെ നിന്ന് പോകുന്നതോടുകൂടി തീരും. പക്ഷെ ഇവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഏത് കാലത്ത് അവസാനിക്കാനാ? ഒന്നാമത്തെ കാര്യം, അവൻ ഗേ ആണ്. അത് ഇതുവരെ ഈശാന്റിക്ക് അറിയത്തില്ല. രണ്ടാമത്തെ കാര്യം, അവനൊരു ബോയ് ഫ്രണ്ട് ഉണ്ടോ, അതും ഈശാന്റിക്ക് അറിയത്തില്ല. ഇതൊക്കെ അറിയുന്ന ടൈമിൽ ഭൂകമ്പം ആയിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ അവനെ അഴിച്ചുകൂടെ വിട്ടയക്കാനും കൂടെ യൂറോപ്പിൽ അറിഞ്ഞുണ്ടല്ലോ. ഇതൊന്നും ആയിരിക്കുമല്ലോ പിന്നെ നടക്കുന്നത്. അതുകൊണ്ട് അവൻ മര്യാദയ്ക്ക് അകത്താണം പോയിരിക്കട്ടെ. അമ്മയില്ലാത്തപ്പോഴല്ല, അമ്മ ഉള്ളപ്പോഴും അവൻ പുറത്തു കൊണ്ട. ആദ്യം അവൻ അത് അമ്മയോട് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കട്ടെ, അവനായിട്ട് തന്നെ പറയട്ടെ. എന്നിട്ട് ആലോചിക്കാം അവനെ പുറത്ത് വിടണോ വേണ്ടതെന്നൊക്കെ. നമ്മളായിട്ട് അഴിച്ചു വിട്ടിട്ട് എന്തിനാണ് അമ്മയുടെ വായിരിക്കുന്നത് നമ്മളോട് കേൾക്കുന്നത്? അല്ലെങ്കിൽ ആൻറ്റി കലിതുള്ളിയായിരിക്കും വരുന്നത്. വല്ല എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ മതി പോയ കാര്യത്തിന്, ആ ദേഷ്യം എല്ലാം വന്ന് ഇവിടെ തീർക്കും. വെറുതെ എന്തിനാണ് ചോദിച്ചു വാങ്ങാനായിട്ട്? ആ ചെക്കനെ ഇനി പുറത്ത് വിട്ട് ആരെങ്കിലും വല്ല ഫോട്ടോ വല്ലതും എടുത്തിട്ട് ഇനി സോഷ്യൽ മീഡിയയിൽ ഇടണം, അത് കാണണം, പ്രശ്നമാവണം, ആനയാവണം, ചേനയാവണം, നമ്മളെ വിളിച്ച് ഓരോന്ന് പറയണേ. എന്തിനാണ് വെറുതെ? വേണ്ട, അവൻ പോണ്ട. ആരെ കാര്യമാണ് രണ്ടുപേരും കൂടെ ഇരുന്ന് പറയുന്നത്? ആര് പോണ്ടെന്നാ പറയുന്നേ? വേറെ ആരെ കാര്യം? ലെവിന്റെ കാര്യടാ. അവൻ പുറത്തു നിങ്ങളുടെ കൂടെ പാർട്ടിക്ക് വരട്ടെ എന്നൊന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ പീറ്റർ പറഞ്ഞു വേണ്ട, പോണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ദേഷ്യം വന്ന് ഞങ്ങളെ കാലമാടന്മാരെന്ന് വിളിച്ചിട്ട് പോയേക്കുവാ. അതേതാ നന്നായി പീറ്റർ അങ്ങനെ പറഞ്ഞത്. അവൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്തും. പോരാറ്റം അവനിപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവനെ വിളിച്ച് അവൻ മുമ്പേ പറഞ്ഞാണ് വരാനായിട്ട്. അറ്റ് ലാസ്റ്റ് വല്ല കലിപ്പോയി കഴിഞ്ഞാൽ ഈശാമ അറിയും, പിന്നെ അത് ഭൂകമ്പമായിട്ട് തീരും. വെറുതെ എന്തിനാണ്? അവൻ വരാത്തത് നന്നായി. അല്ല, അവനോട് വരണ്ടാന്ന് പറഞ്ഞാൽ നന്നായി. ഏതായാലും ഞങ്ങൾ ഇറങ്ങാം. ടൈം ഇപ്പോൾ തന്നെ 10 മണി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് തന്നെ ഒരു അരമണിക്കൂർ യാത്ര ഉണ്ട്. അവിടെ ചെന്നിട്ട് ഇനി അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഒരു നേരവും. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. പോകുന്നേക്കെ കൊള്ളാം. അർജുനെ, ലൂക്കെ സൂക്ഷിച്ചാണേ. അവൻ കൂടുതലായ പിന്നെ അറിയാലോ, അവനെ പിടിച്ച കിട്ടത്തില്ല. അതെന്ത് പറച്ചിലലിയോച്ചായ. അവനെ നോക്കാൻ എന്റെ ജീവിതം ഇനിയും ബാക്കി എന്ന് പറയും പോലെ. അവനെ നോക്കാതെ പിന്നെ ഞാൻ ആരെ നോക്കാനാ? അവൻ എന്റെ വൺ ആൻഡ് ഓൺലി ബെസ്റ്റ് ഫ്രണ്ട്. ഒരിക്കലും ഞാൻ അവനെ കളയത്തില്ല. പിന്നെ അവൻ ഓവറാവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എടി വാ. എവിടെ പോകുന്ന കാര്യ അപ്പൻ്റെ മക്കൾ പറയുന്നേ? ഈ പാതിരാത്രി 10 മണിക്ക് നീ എവിടെയാടാ ലൂക്ക ഇറങ്ങി പോകുന്നേ?
അതും എന്നോട് പറയാതെ. ഹായ് കാശി, എനിക്ക് സുഖാണോടോ? ഞങ്ങളൊരു പാർട്ടിക്ക് പോവാ, എന്താ താൻ വരുന്നുണ്ടോ? നിനക്കൊരു മാറ്റമല്ലല്ലോ സിൻഡ. ആരെങ്കിലും വേറൊരാളോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുന്ന പണ്ടേ നിനക്കുള്ളതാ. ഞാൻ നിന്നോടല്ല പറഞ്ഞതും നിന്നോടല്ല ചോദിച്ചതും. ഞാൻ ചോദിച്ച ആരോടാന്ന് ആ കേട്ടാക്ക് മനസ്സിലാക്കണം. എൻ്റെ മകനോടാണ് ഞാൻ ചോദിച്ചത്, അതായത് ലൂക്കാസ് സ്റ്റീഫൻ തൈപ്പറപ്പിൽ. എവിടെയാണ് നീ രാത്രി ഇറങ്ങിപ്പോന്നെ? നിൻ്റെ അമ്മയുടെ പുന്നാര മോനെ, എന്നെക്കൊണ്ട് നീ ഓരോന്ന് പറയിപ്പിക്കരുത്. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകും. അതിന് എനിക്ക് നിൻ്റെ ഓശാനം വേണ്ട കേട്ടോ. ഇത് എൻ്റെ വീടാണ്, പിന്നെ ഇത് എൻ്റെ ലൈഫാണ്. എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, അല്ല നീയല്ല തീരുമാനിക്കുന്നത്. നീ എൻ്റെ തന്ത ചമയം വരില്ല, ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞതാ. അതെ, ഇത് നിൻ്റെ ലൈഫാ, നിൻ്റെ വീടും തന്നെയാണ്. പക്ഷെ നിൻ്റെ ലൈഫിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നീ ആയിരുന്നത് നിൻ്റെ അമ്മച്ചീനെ ഞാൻ കെട്ടുന്നതിന് മുന്നേ. പക്ഷെ നിൻ്റെ അമ്മയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിൻ്റെ അമ്മ എൻ്റെ ഭാര്യയായിട്ടുണ്ടെങ്കിൽ, ഞാൻ നിൻ്റെ തന്തയുമാണ്, നീ എൻ്റെ മോനുമാണ്. ഞാൻ നിൻ്റെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യും. നീ ഇന്ന് എവിടെയും പോവുകയുമില്ല, മനസ്സിലായോ? നീ പുറത്തിറങ്ങൂല ലൂക്ക, ഇറങ്ങാൻ ഞാൻ സമ്മതിക്കൂല. നീ പബ്ബിൽ പാർട്ടിക്ക് പോകുന്നതും പെണ്ണുങ്ങളൂടെ കറങ്ങുന്നേ എനിക്കിന്നൊന്ന് കാണണം. മയിരൻ്റെ മോനെ, എന്നെക്കൊണ്ട് നീ എൻ്റെ ക്ഷമേര നെല്ലിപ്പലക ഇളപ്പിക്കരുത് കാശി. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞു എൻ്റെ കാര്യത്തിൽ കയറി ഇടപെടാൻ വരരുതെന്ന്. നീയായിട്ടാണ് നിനക്കുള്ള കുഴി തോണ്ടുന്നേ, അത് നീ മറക്കരുത്. അത് സാരമല്ല, ഞാനായിട്ട് തോണ്ടിയ കുഴിയിൽ കിടന്ന് നീന്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്ന് നീ ഇനി എന്നെ എന്തൊക്കെ വിളിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും നീ ഇവിടെ നിന്ന് പുറത്ത് പോവില്ല. ബിക്കോസ് ഐ എം യുവർ ഡാഡ്. ഞാൻ പറയുന്ന കേട്ട് നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ നിന്നാൽ മതി, ഇല്ലെങ്കിൽ നിമിഷം നിനക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം. ഹലോ, എക്സ്ക്യൂസ് മീ കാശി, യു ആർ ക്രോസിംഗ് യുവർ ലിമിറ്റ്. താൻ എന്തൊക്കെയാ പറയുന്നത് എനിക്കറിയോ? ഇത് ഞങ്ങളുടെ വീടാ. പിന്നെ ഞങ്ങളുടെ അമ്മ ഒരു അബദ്ധം കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അനുസരിച്ച് ഇവിടെ ഞങ്ങൾക്ക് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓ, അബദ്ധം. അത് അബദ്ധമാണോ അത് നല്ലതിനായിരുന്നോന്ന് ഞാൻ താമസിക്കാതെ തെളിയിച്ചു തരാം. പിന്നെ നിൻ്റെയൊക്കെ വീടായിരുന്നാലും അല്ലെങ്കിലും ഇപ്പം ഇത് ഇഷ മാം എന്നെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതേ ഇവിടെ നടക്കുള്ളൂ. ലൂക്ക പുറത്ത് പോവത്തില്ല, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. കാശി, ദിസ് ഇസ് ടു മച്ച്. താനെന്തിനാ ഇത്ര റൂഡായിട്ട് പെരുമാറുന്നേ? അവന്റെ ഇഷ്ടമല്ല അവൻ എവിടെയെങ്കിലും പോണോന്ന്. ജസ്റ്റ് ഒരു പാർട്ടിക്ക് പോകുന്നതിന് എന്താ പ്രശ്നം? അത് ശരിയാ, ഒരു പാർട്ടിക്ക് പോകുന്നതിന് എന്താ പ്രശ്നം? അത് നിനക്കോ നിന്റെ കൂടെ നിൽക്കുന്ന അവക്കോ അല്ലെങ്കിൽ നിൽക്കുന്ന ലൂക്കയ്ക്കോ അല്ലെങ്കിൽ ലൂക്കയുടെ ഫാമിലിക്കോ പ്രശ്നം കാണത്തില്ല. ബട്ട് എനിക്ക് പ്രശ്നമുണ്ട് ലൂക്ക പുറത്ത് പോകുന്നതിന്. അതുകൊണ്ട് തന്നെ ലൂക്ക പോവാനും പാടില്ല. വാട്ട് ദ ഫക്ക്, ഐ എം നോട്ട് യുവർ വൈഫ്, ഓക്കെ? ഞാൻ നിന്റെ ഭാര്യയൊന്നുമല്ല ഇങ്ങനെ കയറി എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ വരാനായിട്ട്. നീ കൂടുതൽ തന്ന ചമയല്ലേ കാശി, എല്ലാ സ്ഥലത്തും അടിയിൽ അവസാനിക്കുള്ളൂ. പുന്നോര മോനെ, ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ വരരുതെന്ന്. Is there any problem? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഗൈസ്? ഇതാരാ, ഇമാനുവൽ സാറോ? ഇവിടെ എന്ത് പ്രോബ്ലം? ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല. അവരപ്പനും മക്കളും കൂടെ കുറച്ച് കുശലാന്വേഷണമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? കണ്ടോ, അവരൊരു പ്രോബ്ലം ഇല്ല അല്ലേ ലൂക്കാസ് സ്റ്റീഫൻ തൈപ്പറമ്പിൽ? യെസ് സാർ, ഇവിടെ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. ഞങ്ങളിങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ സാർ പെട്ടെന്ന് അങ്ങനെ ചോദിക്കാൻ കാരണം? എന്താ കാരണമെന്നോ? ഞാൻ വന്നപ്പോ ലൂക്ക നന്നായിട്ട് റേസ് ആവുമായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. സ്വാഭാവികം, ആരാരും ചോദിക്കത്തില്ലേ? അല്ല, ലിയക്ക് എന്താ പറയാനുള്ളത്? ഇവിടെ എന്താ നടന്നേ? നത്തിങ് സാർ, ഇറ്റ്സ് ജസ്റ്റ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ്. അത് ഞങ്ങൾ പറഞ്ഞെടുത്തോളാം, അല്ലാണ്ട് വേറൊരു പ്രോബ്ലം ഇല്ല. അതെ, ഞാനും എൻ്റെ ഇളയ മോൻ ലൂക്കയും തമ്മിലൊരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അത് ഞങ്ങൾ പറഞ്ഞെടുത്തോളാം. എനിവേ, സാറ് ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? കഴിച്ചു കാശി. എനിവേ, നടക്കട്ടെ. വേറെ ഇഷ്യൂസൊന്നും ഇല്ലയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഗുഡ് നൈറ്റ്. ഓ, ഗുഡ് നൈറ്റ് സാർ. അപ്പം എങ്ങനെയാ, ലൂക്ക സാറ് പുറത്തോട്ടോ അതോ അകത്തോട്ടോ? അതോ ഞാൻ ഇനി ഇമ്മാനുവൽ സാറിനെ വീണ്ടും വിളിക്കണോ? നീ ഇനി വിളിക്കണ്ട ബി, ഞാൻ അകത്തോട്ട് തന്നെയാണ്. ഞാൻ ഇന്ന് പാർട്ടിക്ക് പോകുന്നില്ല. ആൻഡ് ഡാഡി, മൈ ഡിയർ കാശിനാഥ്, നിനക്കുള്ളത് ലൂക്ക തരും.
നീ പോലും പ്രതീക്ഷിക്കാത്തൊരു പണിയായിരിക്കും അത് നേരിടാനായിട്ട് നീ റെഡി ആയിക്കോ. ഫേസ് ചെയ്യുമ്പോൾ മൂക്കും കുത്തി വീഴാതിരുന്നാൽ മതി. അർജുൻ വാടാ. 1 മിനിറ്റ്. കാശി, നീ ചെയ്യുന്ന തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു കാര്യം പറയാം, നീ ഡ്രസ്സിൽ സോ ഹാൻസം ആൻഡ് ഹോട്ട്. പോടാ. എന്തായാലും കാശിനാഥ് ഇത് കുറച്ച് കൂടിപ്പോയി. ഇതിന് താൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും സൂക്ഷിക്കാം. ലൂക്കയെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നന്നായിട്ട് അറിയാലോ. ലിയോ, അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റവും ധൈര്യവും ഉള്ളതുകൊണ്ടാണ് അവൻ്റെ എനിമയായിട്ടും ഇപ്പോഴും ഞാനിവിടെ തന്നെ നിൽക്കുന്നത്. അതില്ലായിരുന്നെങ്കിൽ പണ്ടേ അവൻ തന്ന പണിയിലേ ഞാൻ തീരേണ്ടതാണ്. പക്ഷെ അവൻ തന്ന ഒരു പണിയും എൻ്റെ രോമത്തിൽ പോലും ഏറ്റിട്ടില്ല. ഇവിടെ നിന്ന് ഇനി കാശിനാഥ് പോവുമെങ്കിൽ അത് ഈ ലൂക്ക സ്റ്റീഫൻ തൈപ്പറമ്പിലെ നേരെ ആക്കിയിട്ടായിരിക്കും കേട്ടോ. എനിവേ, എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. ബട്ട് കാശിനാഥൻ അഭിജിത്ത്, ബി കെയർഫുൾ. ലൂക്കയുടെ ക്യാരക്ടർ മഹാമോശമാണ്. ഇപ്പം നിങ്ങൾ അവനെ ആളി കത്തിച്ചാണ് വിട്ടയക്കുന്നത്. അവൻ എന്തും ചെയ്യാൻ മടിക്കില്ല. സോ ബി കെയർഫുൾ. ലൂയിസേ, നീ നിന്ന് ഇവിടെ നിൽക്കുന്നേ ചാടാനാണോ? വാ. ഞാൻ ആരോട് ചാടാൻ? എനിക്കാരോട് ദേഷ്യമില്ല. അവനാണ് അവരോട് ദേഷ്യം, അല്ലാതെ എനിക്ക് അവരോട് ദേഷ്യമില്ല. പ്രത്യേകിച്ച് എനിക്ക് അഭിജിത്തിനോട് ഒരു ദേഷ്യമില്ല. വാ വാ, നമുക്ക് പോവാം. മോനെ കിടുക്കി, നീ പൊളിച്ച്. അങ്ങനെ ആ പ്ലാൻ സക്സസ് ആയി. എൻ്റെ പേടി അറ്റ് ലാസ്റ്റ് നീ പോവണ്ട, അതെന്താ ഞാൻ പോയാൽ, നീ പോവണ്ട, അതെന്താ ഞാൻ പോയാൽ എന്ന് പറഞ്ഞ് ലാസ്റ്റ് മണിച്ചിത്രത്താഴാവുമെന്നായിരുന്നു. ഭാഗ്യത്തിന് അതുപോലെ ക്ലീശയായില്ല. അല്ല, നിൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? അല്ലടാ, ആ ലൂയിസിന് എന്താ ഒരു മാറ്റം? ഇത്രയും ദിവസം അവൻ്റെ അനിയനെ സപ്പോർട്ട് ചെയ്തല്ലേ നിന്നേ. പെട്ടെന്നൊരു മാറ്റം നമ്മൾ പേടിക്കണമല്ലോ. എന്തിന്? ഒന്ന് പോടാ. ആ കാട്ടുപൂച്ചേനൊക്കെ ആരെങ്കിലും പേടിക്കുമോ? പിന്നെ പോരാഞ്ഞിട്ട് അവൻ ആ വെളുവായിത്തര മാത്രമേ ഉള്ളടാ. പറയുന്ന കുറച്ച് കഴിഞ്ഞാൽ അവൻ വെറും മൊണ്ണ. അതുകൊണ്ട് നമ്മൾ അത് ആലോചിച്ച് വിഷമിക്കണ്ട. അവൻ എന്തെങ്കിലും പണിയും കൊണ്ടുവരുമെന്ന് വേണ്ടി നീ പേടിക്കണ്ട. കാരണം ഒറ്റയ്ക്ക് അവന് പണിയാനുള്ള കഴിവൊന്നുമില്ല. എങ്ങനെ ലൂക്കായോ അവനും കൂടെ ഒത്തു നിന്നാലേ പറ്റത്തുള്ളൂ. പിന്നെ അവൻ മാറിയിട്ടുണ്ടെങ്കിൽ അവൻ താനെ മാറിയതായിരിക്കും. അല്ല, ആ സിൻ്റയ്ക്ക് എന്താണ് നിൻ്റെ അടുത്ത് ഇത്തിരി ഒലിപ്പീര് കൂടുതലാണല്ലോ? ഇത്രയും പ്രശ്നത്തിനിടയിൽ അവൾ പറയുക യു ആർ സോ ഹേർട്ട്. എന്ത് ഹേർട്ട്? എന്താണ്? അതാ പെണ്ണ കോളേജ് പഠിക്കുമ്പോഴേ അങ്ങനെ തന്നെയായിരുന്നു, ഒലിപ്പിച്ചുകൊണ്ട് വരുമായിരുന്നു. അത് കളാം, അത് പറക്കൊഴിയാ. അല്ല, അപ്പോൾ നമ്മുടെ പ്ലാൻ സക്സസ് അല്ലേ? ഇനി നമ്മുടെ പ്ലാൻ ബി, അതും കൂടെ നടന്നാൽ മതിയായിരുന്നു. വാ, നമുക്ക് കിടക്കേതായാലും. എനിക്ക് എൻ്റെ മുമ്പ് നീന്ന് അവന് വക്കാനത്ത് പറയാൻ നിൽക്കരുത് അർജുൻ. ഞാനത് കേൾക്കത്തുമില്ല. ബിക്കോസ് ഹീസ് ക്രോസിങ് ഹിസ് ലിമിറ്റ്. അപ്പോൾ അവൻ്റെ ലിമിറ്റ് കിടക്കുക ഒരുപാട്. ഞാൻ പോയി അവനോട് പറഞ്ഞിട്ട് വരട്ടെ. എടാ, പാർട്ടിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ എന്താ, ഇനിയൊരു ദിവസം പോവാല്ലോ. നീ അതിന് ഇത്രയും കിടന്ന് ചൂടാവുന്ന എന്തിനാ? എടാ, അവൻ അങ്ങനെ കാണിച്ചാൽ എന്തെങ്കിലും റീസൺ കാണും. നീ ഇത് സമാധാനപ്പെടും. നോ വേ. സമാധാനപ്പെടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഐ വാണ്ട് ടു പണിഷ് ഹിം. എനിക്ക് അവനിട്ട് എന്തെങ്കിലും കൊടുത്തേ പറ്റും. അത് ചെയ്യാതെ എനിക്ക് സമാധാനം കിട്ടത്തില്ല. ഞാൻ പോയി എന്തൊക്കെ ചാണ്ടിട്ട് കൊടുത്തിട്ട് വരാം. എന്ത് പണീഷ്? എടാ, നിനക്ക് എന്താ? എടാ, അപ്പൊ അയാൾ നോക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അഡ്വക്കേറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ കാണിച്ചത്. നീ മിണ്ടാതിരുന്നേ, ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട്. ഓഹോ, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. നിങ്ങൾക്കും അവനോടാ കൂറ്. ചോറ് ഇവിടെയും കൂറവിടെയും അല്ലേ? നീ എന്തൊക്കെയാണ് പറയുന്നേ? ഞങ്ങൾ അങ്ങനെയാണോ? ഞങ്ങൾക്ക് നീ കഴിഞ്ഞിട്ടുള്ളല്ലോ ഈ ലോകത്ത് മറ്റാരും. എനിക്ക് നീ എത്ര ഇമ്പോർട്ടൻസ് ആണെന്ന് നിനക്കറിയോ? നിനക്കിപ്പോ എന്താ ചെയ്യാൻ തോന്നേ അത് നീ പോയി ചെയ്യ്, ആരും ചോദിക്കില്ല. ഐ നോ ഈ ലോകത്ത് വേറെ ആരെന്നെ മനസ്സിലാക്കില്ലെങ്കിലും അർജുൻ, നീ എന്നെ മനസ്സിലാക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയടാ. ബിക്കോസ് യു ആർ മൈ എവറിത്തിങ്. നിനക്ക് ഞാൻ എങ്ങനെയാണെന്നും എനിക്ക് നീ എങ്ങനെയാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. ഞാനെന്ന ഫ്രണ്ട് കഴിഞ്ഞാൽ നിനക്ക് മറ്റെന്തോ ഉള്ളൂ ഈ ലോകത്ത്. സോ എടാ, എനിക്ക് അവനിട്ട് എന്തെങ്കിലും ചെയ്യണം, അവനിട്ട് എന്തെങ്കിലും കൊടുക്കണം.
എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പോയി അവൻ്റെ ആയിട്ട് കൊടുത്തിട്ട് വരാം. അർജുൻ, ഹൗ ഡെയർ യു? നിനക്കെങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നേ? നീ എന്താ അവനെ കൊല്ലാനായിട്ട് പറഞ്ഞു വിട്ടതാണോ? ദേശിൻ്റെ ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് പ്രേമവും മണ്ണാങ്കട്ടയൊക്കെ കാലും വലുതാ ലൂക്ക. സോ എനിക്ക് അവൻ വിഷമിക്കുന്ന കാണാൻ പറ്റത്തില്ല. അതിന് എന്ത് കാര്യത്തിനായാലും ഞാൻ അവൻ്റെ കൂടെ കാണും. അതിന് കൊല്ലാനാണെങ്കിൽ പോലും പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നെ ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തീരുമാനികളെ കയറി നീ ഇടപെടാൻ വരണ്ട. അവ എന്താണ് തീരുമാനിക്കുന്നത് അതിൽ തന്നെ ആയിരിക്കും ഞാൻ ഉറച്ചു നിൽക്കുന്നത്. മനസ്സിലായോ? നീ നിന്റെ കാര്യം നോക്കാൻ നോക്ക്. ഓ അങ്ങനെയാണോ? എന്നാ ഞാൻ ഒരു കാര്യം പറയാം അർജുൻ. ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ രീതിയിൽ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നീ ആയിരിക്കും. അത് നീ മറക്കരുത്. അപ്പൊ ഇനി തൊട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ തന്നെ നോക്കിക്കോളാം, എൻ്റെതായ രീതിയിൽ. ഓക്കെ, ബൈ. ഇഷ്ടമല്ലടോ, എനിക്കിഷ്ടമല്ലടോ. ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് വേണം അടുത്ത കുരുട്ട് ബുദ്ധി ആലോചിച്ച് എൻ്റെ കാശിക്ക് പറഞ്ഞു കൊടുക്കാൻ. ഇതാരാ ഈ രാത്രി എൻ്റെ റൂമിൽ? കാശിയായിരിക്കും. അവ ഉറങ്ങാൻ പോണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നു. പിന്നെ വേറെ ആരായിരിക്കും? അല്ലെങ്കിൽ പോയി തുറന്നു നോക്കാം. ആഹാ, ഇതാര്? ലൂയിസ് തമ്പുരാനോ? താങ്കൾ അടിയൻ എന്തിനാണാവോ എൻ്റെ റൂമിലോട്ട് വന്നത്? പറയാമോ? നീ എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കി. എനിക്ക് എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ? നോക്കൂ, എൻ്റെ ഈ പിരികത്തോട്ടും എൻ്റെ മുഖത്തോട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ശരിയാ, തോന്നുന്നുണ്ട്. ഉണ്ടായിരുന്ന വാക്കി കിളിയൂടെ പറന്നുപോയല്ലേ? തോന്നുന്നുണ്ട്, കാര്യമായ തകരാറ് തോന്നുന്നുണ്ട്. അവനെ കൊണ്ട് അതല്ല, എൻ്റെ മുഖത്ത് പ്രണയം തുളുമ്പുന്നുണ്ടോ നീ നോക്ക്. ഒരാളോടുള്ള ആരോടെങ്കിലും ഉള്ള പ്രണയം എൻ്റെ മുഖത്ത് പ്രകാശിക്കുന്നുണ്ടോ നീ നോക്കിക്കേ, സൂക്ഷിച്ചു നോക്കിയേ. ഓ അതാണ് കാര്യം. എവിടെ? പ്രണയമൊന്നും തുളുമ്പുന്നില്ല, പക്ഷെ അതാ മൂക്കിൽ കൂടെ മൂക്കള കുറച്ച് തുളുമ്പുന്നുണ്ട്, സൈഡിൽ കൂടെ ചാളവയും തുളുമ്പുന്നുണ്ട്. അത് മതിയാ? ഓ തമാശ കൊഞ്ചേരട്ടോ. അതല്ല, നീ ഒന്ന് സീരിയസ് ആയിട്ട് നോക്കും, കളിയാക്കല്ലേ, ട്രോളാണോ നീ കാര്യമായിട്ട് നോക്കും. എന്റെ മുഖത്ത് പ്രണയം പ്രകാശിക്കുന്നുണ്ട്. എന്റെ ഈ ചിരി ഞാൻ അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കാം. താൻ ഇത് ചോദിക്കാനാണോ പൊട്ടപ്പാതിരിക്ക് എൻ്റെ റൂമിലോട്ട് കയറി വന്നേക്കുന്നത്? തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇതുപോലൊരു സാധനം. എടോ, തൻ്റെ മുഖത്ത് പ്രണയം തുളുമ്പിയ ഞാൻ എങ്ങനെ അറിയാനാടോ പന്നി? തൻ്റെ അനിയൻ ലൂക്ക് ഉണ്ടല്ലോ, ആ കാണ്ടാമൃഗ, അവനോട് പോയി ചോദിക്കും പ്രണയം തുളുമ്പുന്നുണ്ടോ? അതാ എന്റെ പ്രശ്നം. അവനോട് എങ്ങനെയാ ചോദിക്കുന്നേ? കടിച്ചു കീറി തിന്നാനല്ലേ നിൽക്കുന്നേ. പിന്നെ അവനാണെങ്കിൽ പ്രണയവും മണ്ണാങ്കട്ടയൊന്നും ഇല്ലാതാനും. പിന്നെ നിനക്കാകുമ്പോ പ്രണയമൊക്കെ കാണുമല്ലോ. നീ പറ, പ്രണയം വരുമ്പോഴാണോ മുഖത്ത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നേ? നോക്ക്. ഇത് പ്രണയം വരുമ്പോൾ വരുന്ന മാറ്റമൊന്നുമല്ല, പന്നി മൂക്ക് ചീറ്റുമ്പോൾ വരുന്ന മാറ്റമാണ്. എടോ, താനിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്നോടെന്താ തനിക്ക് മാറ്റം വന്നു ചോദിക്കാനാണോ? ഞാനാണോ ഡോക്ടർ? അത് ശരിയാ, നീ ഡോക്ടറൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ ഈ വീട്ടിലിപ്പോൾ ഇത് പറയാൻ നീ അല്ലാതെ വേറെ ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിന്നോട് പറയാനാ തോന്നിയത്, അതുകൊണ്ടാണ് വന്നത്. ശരി, ഞാൻ പറയുന്നില്ല. എൻ്റെ മനസ്സിലെ വിഷമം ഞാൻ അങ്ങനെ തന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചോളാം. ശരി, നീ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ആണോ? അയ്യോ കഷ്ട. നല്ല കാര്യം, ഉചിതമായ തീരുമാനം. താങ്കൾ പോയി കിടന്ന് ഉറങ്ങുന്നതായിരിക്കും താങ്കൾക്ക് എന്തുകൊണ്ടും നല്ലത്. ശരി, ഗുഡ് നൈറ്റ്. ഓ ഏറ്റില്ല. അതെ, തനിക്ക് എൻ്റെ വിഷമം തനിക്കെങ്കിലും കേട്ടൂടെ? എൻ്റെ പ്രണയത്തെക്കുറിച്ച് തനിക്കെങ്കിലും കേട്ടൂടെ? എടോ, സത്യത്തിൽ തന്നെ പ്രശ്നം എന്താ? തനിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകാൻ നോക്ക്. തനിക്ക് പ്രണയത്തെക്കുറിച്ച് പറയണമല്ലേ? പറ. എനിക്കത് കേട്ടിട്ട് വേണം ഇത് കിടന്ന് ഉറങ്ങാനായിട്ട്. മനുഷ്യനത് ഉറങ്ങാനായിട്ട് വരുമ്പോഴേക്കും ശല്യം ചെയ്യാതെ ഇച്ചിരി നേരം തനിക്കിരുന്നൂടെ? പറയടോ, എന്താ പ്രണയം? അല്ല, എന്താ തന്നെ പ്രശ്നം? അതിനോ, പ്രണയം നോവുമ്പോൾ വിങ്ങുന്ന നെഞ്ചാങ്കുഴിയിലെ ഡെറ്റോളാണ്. അതുമാത്രമല്ലാതെ പ്രണയം എത്രയൊക്കെ ഹാർപ്പിക്കൊഴിച്ച് കഴിയാലും ലാസ്റ്റ് എവിടെയും പോവാതെ അവശേഷിക്കുന്ന രണ്ട് കൃമികളില്ലേ? കൃമികൾ, ഐ മീൻ ബാക്ടീരിയ. അതാണ് പ്രണയം. എൻ്റെ ഹൃദയത്തിൽ മുട്ടിട്ട പ്രണയം അതുപോലെയാണ്. എവിടേക്കും പോവില്ല, എവിടേക്കും.
സത്യനന്ദിക്കാട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, പ്രണയമാണ് അഖിലസാരം മൊഴി. അതുപോലെയാണ് എൻ്റെ അവസ്ഥ. പ്രണയിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? നീ പറ ബി. ലൂയിസ്, എനിക്ക് തോന്നുന്നു നീ എന്തുകൊണ്ടും ഹിന്ദി സീരിയലിലൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ വക എക്സ്പ്രഷൻസൊക്കെ അവിടെയാണ് ഏൽക്കുന്നത്, മലയാളത്തിലേക്കൂല. എന്നിട്ട് ബാക്കി പറട്ടെ. ഈ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ ബാക്കി പറഞ്ഞുതരാം. എന്നിട്ട് ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ അടുക്കുന്തോറും നീ ഇപ്പൊ പുറകിലോട്ട് പോകൂലേ, അതുപോലെ ആ വ്യക്തിയും പിന്നിലോട്ട് വലിഞ്ഞുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ പിന്നിലോട്ട് അകന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് അടുത്തടുത്തടുത്തടുത്ത് അതിന് താനെന്തിനാടെ പറഞ്ഞു എൻ്റെ നെഞ്ചത്തോട്ട് വരുന്നേ? അവിടെ നിന്ന് സംസാരിച്ചൂടെ? ഇവനെ കൊണ്ട് അത് പറ്റൂല. ഒരു ഒറിജിനാലിറ്റി ഇട്ടണ്ടേ, അതിന് കുറച്ച് എഫർട്ടൊക്കെ ഇട്ട് ചെയ്ത് കാണിച്ചാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെയാ കഥ പറയുന്നത്. ഇത് അഡ്ജസ്റ്റ് ചെയ്യണേ പ്ലീസ്. എഫർട്ട് എന്തായാലും പോട്ടെ, പറ. എന്നിട്ട് അടുത്തടുത്തടുത്തടുത്ത് വന്നിട്ട് ഞാൻ അവനിലേക്ക് അടുക്കുന്തോറും അവന്റെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. നിന്റെ നെഞ്ചിടിപ്പ് ഇപ്പൊ എനിക്ക് കേൾക്കാവുന്ന പോലെ അന്ന് അവന്റെ നെഞ്ചിടിപ്പ് എനിക്ക് നല്ലപോലെ കേൾക്കായിരുന്നു. എന്നിട്ട് ഞാൻ അടുക്കുന്തോറും അവൻ എന്നെ പോലെ പുറകോട്ട് പൊക്കോണ്ടേയിരുന്നു. ലാസ്റ്റ് ഞാൻ അവനിലേക്ക് അലിഞ്ഞു ചേരായിരുന്നു. നീ എന്തിനാ പേടിച്ച് പുറകിലോട്ട് വന്നേ? ഞാൻ നിന്നൊന്നും ചെയ്യത്തില്ല. അയ്യേ, ഞാൻ നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല പുറകിലോട്ട് പോയത്. ഇപ്പൊ ഭയങ്കര ചൂടല്ലേ ഇപ്പോഴത്തെ കാലാവസ്ഥ, അവന് ചൂടെടുത്തിട്ട് നിൽക്കാൻ വയ്യ. അതുകൊണ്ട് നീ അടുത്തോട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് ദൂരോട്ട് മാറിയതാ, കാറ്റ് വരാനായിട്ടേ. ഓ ആണോ? അതിന് നീ എന്തിനാ വിൽക്കാൻ മാത്രം ഞാനിവിടെ ഒന്നും ചെയ്തില്ലല്ലോ. ബാക്കി പറയട്ടെ. എന്നിട്ട് ഞാനിങ്ങനെ അടുത്തോട്ട് വന്നു. പിന്നെ എനിക്ക് പ്രാക്ടിക്കൽ കാണിക്കണം. നീ എനിക്ക് അതിന് അനുഭവം തന്നതാ. നീ ഏതായാലും വെറുതെ ഇരിക്കല്ലേ, ഈ റൂമിൽ വേറെ ആരുമില്ല, അപ്പൊ നിന്റെ അടുത്ത് തന്നെ കാണിക്കാം. എന്നിട്ട് ഞാനിങ്ങനെ അടുത്തോട്ട് വന്നപ്പോ നീ ഇങ്ങനെ നീങ്ങി പോകുന്നില്ലേ, അതുപോലെ അവൻ പോയി. ഇതെന്തിനുള്ള പുറപ്പാടോ? ഇതെന്തിനിങ്ങനെ നോക്കുന്നേ? എൻ്റെ അമ്മേ, എൻ്റെ ദൈവമേ. അയ്യേ, തലത് പോയെ. ഇത്രയൊക്കെ പ്രാക്ടിക്കൽ മതി. ഇനി താൻ ബാക്കി വാഗൊണ്ട് പറഞ്ഞാൽ മതി. പ്രാക്ടിക്കൽ കാണിക്കാൻ വന്നിരിക്കുന്നു. എന്നിട്ട് എന്താ ഇപ്പൊ ഇവിടെ? അവനാ? ഏതവൻ? അങ്ങനെ ഒരാളില്ലല്ലോ. ഞാൻ നിന്നെ ഏപ്രിൽ ഫുള്ളായിട്ട് പറ്റിക്കാൻ വന്നതാ. പിന്നെ താനല്ലേ എന്നോട് പറഞ്ഞ തനിക്ക് ഭയങ്കര വിഷമമാണ്, താൻ അവനെ ഒരുപാട് സ്നേഹിച്ചു, ആനാണ് ചേനയാണ് എന്നൊക്കെ. അത് ഞാൻ രാവിലെ ഫ്രണ്ട്സ് ആവാന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞല്ലോ ഞാൻ അഭിനയിക്കാണ്, ആലോചിക്കാണ്. ഞാൻ വിചാരിച്ചു കുറച്ച് നമ്പരൊക്കെ ഇട്ട് നിന്റെ കൂടെ ഫ്രണ്ട്സ് ആയിട്ട് കൂടാന്ന്. സോറി അല്ല, എൻ്റെ വായിന്ന് വല്ലതും കേൾക്കല്ലോ. ഉറങ്ങാനുള്ള ടൈമിന് വന്നു ഓരോ നാടകം കളിച്ചോണ്ട് നിന്നിട്ട്. എടാ, താനിങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞാൽ തന്നോട് വിട്ടോ? തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആകുമോ അല്ല ഫ്രണ്ട് ആക്കുമോ? ഒന്ന് പോയടോ ഇറങ്ങി റൂമിൽ നിന്ന്. അല്ല, ഞാൻ പറഞ്ഞാല് കള്ളൊന്നുമില്ല. അങ്ങനെ ഒരാൾ ഇല്ലാന്നല്ല, അങ്ങനെ ഒരാളുണ്ട്. പക്ഷെ അത് ഞാൻ കൺഫേം ആക്കിയിട്ട് നിന്റെ അടുത്ത് പറയാം. എനിക്ക് അങ്ങനെ ഉള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ, സെറ്റ് ആകുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും നമ്മളെ ഭാഗത്ത് നമ്മൾ ശ്രമിക്കണമല്ലോ. അതിന്റെ ശ്രമം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഇനി നീ കിടന്നുറങ്ങിക്കോ. ഇനി ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല. സോറി. ഗുഡ് നൈറ്റ്. ഓ ശരി, ഗുഡ് നൈറ്റ്. അങ്ങനെ ഒരാളുണ്ടാവുമ്പോൾ താൻ വന്നാൽ മതി. അപ്പം ഞാൻ കേൾക്കാൻ ബാക്കി. ഒന്ന് പോടോ. എൻ്റെ മുരുക, ഇവന് പ്രാന്താണ്, പ്രാന്ത്, കാമപ്രാന്ത്. അവൻ എന്നോട് ഓരോ അടവുമായിട്ട് വന്നിട്ടുണ്ട്. നടക്കൂല മോനെ, നടക്കൂല. ഈ അബി വീഴൂല, ആര് വീണാലും. കാശിനാഥ്, എൻ്റെ അപ്പൻ ഉറങ്ങാൻ പോവുമായിരിക്കും അല്ലേ? ഇല്ല, ഞാൻ കുറച്ച് സിനിമാറ്റിക് ഡാൻസ് നിന്ന് കളിക്കാൻ പോവാം. എന്താ, നിനക്ക് ഉറങ്ങാൻ സമയമായില്ലേ? എന്തിനാ എൻ്റെ റൂമിലോട്ട് എഴുന്നള്ളി വന്ന് നിൽക്കുന്നേ? ചുമ്മാ ഒരു രസത്തിന് നിന്നെ ഒന്ന് അടിമുടി കാണാൻ വന്നതാ. പുന്നാര മോനെ.
എന്നെ കോപ്പിലഴ മൈല അടിച്ചത്. പന്നീര മോനെ, ഞാൻ നിന്റെ അടുത്ത് പല തവണ പറഞ്ഞിട്ടുണ്ട്, അടിക്കുമ്പോൾ പറഞ്ഞിട്ടടിക്കണമെന്ന്. പണ്ടോന്നെ പറയുന്നേരാടാ. ഓ പിന്നെ പറഞ്ഞിട്ടടിക്കാൻ നീ എൻ്റെ കുഞ്ഞമ്മയുടെ മോനല്ലേ? എടാ നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലടാ എൻ്റെ കാര്യങ്ങളിൽ കയറി ഇടപെടാൻ വരരുതെന്ന്. എൻ്റെ എത്ര കിട്ടിയാലും പണ്ട് മുതലേ നിനക്ക് ഒരു ഉളുപ്പും ഇല്ലല്ലോ കാശിനോതെ. ഇല്ല, ഉളുപ്പില്ല, എനിക്ക് ഉളുപ്പില്ല. നിൻ്റെ നിന്നല്ലേ കിട്ടുന്നേ, വേറെ ആരെയും കയ്യിൽ നിന്നല്ലോ. നിൻ്റെ നിന്ന് കിട്ടുന്നത് ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കും മോനെ. പിന്നെ നീ എനിക്ക് ഈ തന്നതിനുള്ളത് ഞാൻ തിരിച്ചടിക്കും. ഒരു മാറ്റമല്ല, തിരിച്ചടിക്കും. പലിശയോടെ പലിശയും കൂട്ടുപലിശയായിട്ട് തിരിച്ചടിക്കും. ഓ ആയിക്കോട്ടെ, ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചോളാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇനി ഇതുപോലെ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വന്ന ഇതുപോലെ ആയിരിക്കില്ല ഇനി നിനക്ക് കിട്ടുന്നത്. പറഞ്ഞില്ല എന്ന് വേണ്ട. പോട്ടെ മൈ ഡിയർ ഡാഡി. വെറുതെ എൻ്റെ നാടി കൊണ്ട് ചാവാൻ വേണ്ടി അവൻ വന്നിട്ടുണ്ട് എൻ്റെ കാലിൻ്റെ ഇടയിലോട്ട് തന്നെ. നിൽക്ക് അങ്ങനെ പെട്ടെന്നങ്ങ് പോലെ. എന്തായാലും ഇത്രയും നേരം നീ എന്നെ ഇത്രയൊക്കെ ചെയ്തല്ലേ, നീ അവിടെ നിൽക്ക്. എനിക്കൊരു കാര്യം ചോദിക്കാണ് നിൻ്റെ അടുത്ത്. നീ എന്തർത്ഥത്തിലാണ് ഡാഡി എന്ന് വിളിക്കുന്നത്? ഇതുകൂടി പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് പോയാൽ മതി. നീ തന്നടി നിന്ന് വാങ്ങിച്ചത് തിരിച്ചടിക്കാറിനുള്ളതുണ്ടല്ലോ കാശിനാഥന്. അതിന് ലൂക്കയ്ക്ക് നന്നായിട്ടറിയാം. പിന്നെ ഇന്ന് ഞാൻ കുറച്ച് ഓവറായി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്ന് കൊണ്ടത്. പിന്നെ നീ എന്നെ എന്തർത്ഥത്തിലാണ് ഈ ഡാഡി എന്ന് വിളിക്കുന്നത്? അതിന് മറുപടി പറഞ്ഞിട്ട് നീ പോയാൽ മതി. ഞാൻ ഏതായാലും നല്ല അർത്ഥത്തിലല്ല വിളിക്കുന്നത്, പോരെ? നീ എങ്ങനത്തെ അർത്ഥത്തിൽ ഉണ്ടാക്കിയാലും എനിക്കൊരു മയിരുമില്ല, അത് നീ ആദ്യം മനസ്സിലാക്കും. പിന്നെ ഇമാതിരി തേപ്പ് പിടിച്ച ഫ്ലേട്ടിങ് പരിപാടിയായിട്ട് എൻ്റെ അടുത്തോട്ട് വരണ്ട കേട്ടോ, ഓർന്നില്ല അങ്ങോട്ട്. അങ്ങനെ അങ്ങ് പോലെ. ഫ്ലേട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കൊന്ന് ഫ്ലേട്ട് ചെയ്തിട്ട് പിരിഞ്ഞാലോ? വാ. നീ എന്തർത്ഥത്തിലാണ് എന്നെ ഡാഡിയെന്ന് വിളിക്കുന്നത്? ഒന്നുകൂടെ വിളിക്കും ഡാഡിന്ന്. അത് കേൾക്കാൻ നല്ല സുഖമൊക്കെ ഉണ്ട്. സമ്മതിക്കില്ല അല്ലേ? ഇപ്പം നിനക്ക് എന്താ കുഴപ്പം? ഫ്ലേട്ട് ചെയ്യണം. വാ ഓടം ഫ്ലേട്ട് ഉണ്ടാക്കാം. നിന്നെ ഞാൻ പിടിച്ച് കട്ടിലോട്ട് നടത്തിയപ്പോൾ നീ എന്തിനാ നടന്ന് ചിരിക്കുന്നത്? നിനക്കല്ലേ ഫ്ലേട്ടിങ് ചെയ്യണമെന്ന് പറഞ്ഞേ, എന്നിട്ട് ചിരിക്കുകയാണോ വേണ്ടേ? ചിരിക്കേണ്ട മുഖമൊക്കെ കുറച്ച് റൊമാൻറ്റിക്കലായിട്ട് വെക്ക് കാശിന്നാതെ. ഓ ഇതാണോ അപ്പോൾ നിൻ്റെ ഫ്ലേട്ടിങ്? അപ്പോൾ ശരിക്കുള്ള ഫ്ലേട്ടിങ്ങിന് എന്ത് പറയും? എന്നാ ഞാൻ ചെയ്യട്ടെ ഫ്ലേട്ടിങ് നിൻ്റെ അടുത്ത്? ഞാൻ ചെയ്താലും നീ ചെയ്താലും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയല്ലേ? ആര് ചെയ്താലും ടോപ്പ് ഈ ലൂക്ക തന്നെ ആയിരിക്കും. അല്ല നിനക്കെന്താ ഫ്ലേട്ട് ചെയ്യണ്ടേ? അതിന് നീ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ലൂക്ക. പിന്നെ ഒരാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കയറി എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഓ അങ്ങനെ, ഓക്കെ ഫൈൻ. നിനക്ക് കോളേജ് ടൈമിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടോ? വാട്ട് എ ക്വസ്റ്റ്യൻ. എങ്ങനെ മറക്കാൻ പറ്റും? എൻ്റെ ലൈഫിൽ ഏറ്റവും മെമ്മറബിളായിട്ടുള്ള ടൈംസ് ആയിരുന്നു അത്. ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ടൈം. ഓ അപ്പം നീ അത് കരുതിക്കൂട്ടി തന്നെ ചെയ്തതല്ലേ കാശി? നിൻ്റെ വായന എന്നെ കേട്ടല്ലോ, നീ ഒരുപാട് ആസ്വദിച്ച ടൈം ആതെന്നു. എന്ത് കരുതിക്കൂട്ടി? ഞാൻ എന്ത് കരുതിക്കൂട്ടി ചെയ്തെന്നു? ഞാൻ അവിടെ ഒന്നും ചെയ്തില്ലല്ലോ. നീയായിട്ടല്ലേ വന്നത്, നീയായിട്ടല്ലേ തുടങ്ങിയത്. പിന്നെ ഞാൻ മാത്രമല്ലല്ലോ അന്ന് ആസ്വദിച്ചത്, നീയും ആസ്വദിച്ചത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലോക്ക. അതുകൊണ്ട് സത്യത്തിൽ നിന്ന് ഓടി മറയാൻ നീ ശ്രമിക്കണ്ട. ഒരിക്കലുമില്ല. ഞാനതൊക്കെ ആലോചിച്ച് ഇപ്പോഴും ഉറപ്പായിട്ടാണ് ജീവിക്കുന്നത്. നീ കാരണം എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് പോലും അറിയില്ല. അതറിയോ നിനക്ക്? അത് നിനക്ക്, പക്ഷെ എനിക്കങ്ങനെയല്ല. നീ കാരണം ഞാൻ എന്താണെന്ന് നീ എനിക്ക് തെളിയിച്ചു തന്നു. സോ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. നിൻ്റെ ഓരോ മണ്ടത്തരങ്ങൾ അത് നിനക്കല്ലേ അറിയൂ. ഓ ഞാനീ പറഞ്ഞതൊക്കെ നിനക്ക് മണ്ടത്തരമായിട്ടാണല്ലേ കാശി തോന്നുന്നേ? യാ ഓഫ് കോഴ്സ്. പിന്നെ വേറെ എന്തായിട്ട് തോന്നണം? നിൻ്റെ വെറും മണ്ടത്തരങ്ങൾ. എനിക്കതൊക്കെ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ്
ആയിട്ടുള്ള കാര്യങ്ങളാണെന്നറിയോ അന്ന് സംഭവിച്ചതൊക്കെ. നിനക്കതൊക്കെ അറപ്പും വെറുപ്പും. പിന്നെ ഞാൻ എന്ത് പറയണം? സ്റ്റോപ്പ് യു ബാസ്റ്റഡ് ബ്ലഡി മൗത്ത്. നിർത്തിക്കോ, ഇനി നീ അതിനെക്കുറിച്ച് സംസാരിക്കരുത്. ആഹാ, ഇതുകൊള്ളാം. ഞാനാണോ പറഞ്ഞത്? നീയല്ലേ ഇപ്പം അതിനെക്കുറിച്ച് ചോദിച്ചേ? ഓക്കെ, ഫൈൻ ഫൈൻ, കഴിഞ്ഞു, അതവിടെ കഴിഞ്ഞു. മോറ് യാ, നീ പറഞ്ഞ ഒന്ന് ശരിയാ. അത് എനിക്കും മറക്കാൻ പറ്റാത്ത രാത്രി തന്നെ. പക്ഷെ നിന്നെപ്പോലെ ആസ്വദിച്ചതിനോ സുഖം കണ്ടതിനോ സന്തോഷം കിട്ടിയവനൊന്നല്ല നിന്നെ വെറുക്കാനായിട്ട്. ഞാനത് ഓർക്ക നിന്നെ അത്രത്തോളം വെറുക്കുന്നുണ്ട്, നിനക്കറിയാം, അത്രത്തോളം. നിന്നോടുള്ള വൈരാഗ്യം കൂടി വരുന്ന ആ രാത്രിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. നീ പറയുന്ന കേട്ടാ തോന്നുന്നല്ലോ അത്രമാത്രം വൈരാഗ്യം തോന്നാനായിട്ട് ഞാനാ നിൻ്റെ പിറകെ പട്ടിയെ പോലെ വന്നേന്ന്. അല്ലല്ലോ. എന്നെക്കൊണ്ട് നീ അത് ഓർമ്മിപ്പിക്കരുത്, പറയിപ്പിക്കരുത്. നിനക്ക് തന്നെ അത് ഓർക്കുമ്പോൾ ദേഷ്യം വരുന്നത്, അറപ്പ് തോന്നുന്നത്, അല്ലാതെ എനിക്കല്ല. സോ നീ വെറുതെ എന്നെക്കൊണ്ടത് പറയാനായിട്ട് എന്നെ പ്രകോപിപ്പിക്കരുത്. ലൂക്കോ? അതെ, ഉറപ്പോ? എനിക്ക് ഉറപ്പോ അതൊക്കെ ആലോചിക്കുമ്പോൾ. നിന്നോടെനിക്ക് വെറുപ്പോ അതൊക്കെ ആലോചിക്കുമ്പോൾ. സോ ആ കാര്യങ്ങളൊന്നും മറക്കയില്ല. ലൂക്ക അതിനൊക്കെ പകരം വീട്ടുകയും ചെയ്യും. ഇപ്പം നീ എൻ്റെ അണ്ണാക്കിലോട്ട് ഇങ്ങോട്ട് വന്ന് കയറിയല്ലേ, അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ നീ കാശി. ഇനി നീ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അതിനൊന്നിനും ലൂക്ക നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ലടാ പുല്ലേ. നോ, നീ എന്നെ വെറുതെ വിടാനേ പാടില്ല. നീ എന്നെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിന്നെ ഇങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ നീ എന്നെ വെറുതെ വിടരുത്. നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യൂക്ക. കാശി ഇവിടെ വെയിറ്റിംഗ് ആണ് എല്ലാത്തിനും. ഐ വിൽ ഷോ യു ബാസ്റ്റഡ്. ഓ ഗോഡ്, ഇവ ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണയായിട്ട് നടന്ന എന്താവും? എല്ലാം ഒന്ന് നേരെയായാൽ മതിയായിരുന്നു. ഈ മണ്ടൻ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടി വച്ചേക്കുന്നത്? കുടിച്ച് മോന്തിയിട്ട് അന്ന് അവ എന്താ ചെയ്തതെന്ന് അവനെ എന്നെ ഓർമ്മയില്ല. പിന്നെ ഞാൻ ആരോട് പറയാനാ? ഒന്ന് നേരം വളർത്തിട്ട് ഞാൻ അബിയോട് ഇതൊക്കെ ഒന്ന് പറയാമായിരുന്നു. കോപ്പ്.